ഹലോ ഗായ്സ്, ഞങ്ങൾ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നീട് ബാക്കി വീഡിയോയിലൂടെ അറിയിക്കാം. ഓക്കെ, ബൈ ബൈ, സേ ബൈ, സേ ബൈ, ഗുഡ് ബൈ. ഗായ്സ്, ഇതാണ് നമ്മുടെ പമ്പം പാലം. ഗായ്സ്, അപ്പം ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റൂമിലെത്തി. ഞങ്ങൾ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഫുഡ് കഴിക്കാൻ. സോഷ്യൽ കിച്ചൺ ഒന്നും ഇവിടെ ഇല്ല. സോ അങ്ങനെ ഗൈസ്, ഞങ്ങൾ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. രാമേശ്വരത്തിൽ ഞങ്ങൾ 1:30ക്കാണ് ട്രെയിനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. രാമലീല എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് 1:30 ആകുമ്പോഴത്തേനും എത്തി. പിന്നീട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും പുറത്തിറങ്ങി ഞങ്ങളിനിയൊരു പുരാതനമായിട്ടുള്ളൊരു ശിവക്ഷേത്രം കാണാൻ പോവാണ്. ഒരു 52 കിലോമീറ്റർ രാമേശ്വരത്തിൽ നിന്നും അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പൻ പാലത്തിലൂടെയാണ്. അതായത് പാമ്പൻ ദ്വീപിൽ നിർമ്മിച്ചിരിക്കുന്ന പാമ്പൻ പാലം. ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ്. 99 തൂണുകളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പാലത്തിന് 2.08 കിലോമീറ്ററാണ് നീളമുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു പഴയ പുരാതന ശിവക്ഷേത്രം, 3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ്. അപ്പം അത്രയും പഴക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ശിവക്ഷേത്രം കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന രാമനാഥപുരത്തിലുള്ള ശിവക്ഷേത്രം. രാമേശ്വരത്തിൽ നിന്ന് 50 കിലോമീറ്ററൊക്കെ അകലെയാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്രയും വർഷത്തെ പഴക്കമുള്ള ശിവക്ഷേത്രം വളരെയധികം ചൈതന്യമേറിയതാണ്. അപ്പം ഞങ്ങൾ അതിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ സമയം തന്നെ ഈവനിങ് ആയി. ഇനിയിപ്പം തൊഴുതി ഇറങ്ങുമ്പോഴത്തേനും നല്ല പോലെ സമയം വൈകും. അപ്പോൾ അതിനുള്ളിലുള്ള കുറച്ച് പോർഷൻസൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ വളരെയധികം എന്താ പറയുക, പുരാതന പൈതൃകത്തോടുള്ള തനിമയോടുകൂടിയുള്ള തൂണുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും ഒരു 6:30-7 മണിയോളം സമയമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് പാമ്പം പാലം വഴി പോവാണ്. പാമ്പം പാലം ഗൈസ്, പാമ്പം പാലം. പിന്നീട് പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മോർണിംഗ് 10 മണിക്കാണ് ഞങ്ങൾ റെഡിയായിട്ട് എങ്ങോട്ടാണെന്ന് അറിയൂ? ഞങ്ങൾ പോകുന്നത് ധനുഷ്കോടിയിലേക്ക്. ധനുഷ്കോടി എന്ന് പറയുമ്പോഴത്തേനും അമേസിങ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കടലായിട്ട് നടുവിലൂടെ ഒരു റോഡ്. ഇതിൻ്റെ എൻഡിങ് വരുന്നത് ഒരു ഗിത്താർ ഷേപ്പിലായിട്ടുള്ളൊരു പോർഷനാണ് വരുന്നുണ്ടാവുക. നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ പിക്ചറൈസേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ധനുഷ്കോടി എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ഗിത്താർ ഷേപ്പിലുള്ളൊരു സ്ഥലം. പക്ഷേ അവിടെ ഫുൾ ബ്ലോക്ക്. പിന്നെ നമ്മൾ എത്തി നിൽക്കുന്നത് ആ ഭാഗത്താണെന്നുള്ളത് എന്താ പറയുക, ഫോണിലൂടെ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ 2 ഭാഗത്തും കടൽ, അതിലൂടെയുള്ള ആ ഒരു സുഖകരമായിട്ടുള്ള യാത്ര. അവിടെ ഇറങ്ങി ചെന്നിട്ട് ആ കാറ്റ് കൊണ്ട് കടലിലെ തീരത്തിലെ കാറ്റ് കൊള്ളുകയും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം എൻജോയ് ചെയ്യുക, അത്രയൊക്കെ തന്നെയാണ് അല്ലെ ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്നത് രാമൻ ലങ്കയിലേക്ക് ചിറകെട്ടിയ ധനുഷ്കോടി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അവസാനിക്കുന്ന റോഡ്, ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ധനുഷ്കോടിയിലേക്ക് നിൽക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റോഡ് എന്നു പറയണത്. നല്ല രസമായിരുന്നു ഗൈസ്, വളരെയധികം നന്നായിരുന്നു.
അവിടെ കൂടുതലും ഹിന്ദി എന്ന് വെച്ചാൽ കർണാട്ടിക്, അതുപോലെ ഗുജറാത്ത്, പഞ്ചാബ് അങ്ങനെയുള്ള ആ നോർത്ത് ഏരിയകളാണ് കൂടുതലും അവിടെ ഉള്ളത് കേട്ടോ, ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. രാമൻ ഭക്തർ അങ്ങനെയുള്ളൊരു ഏരിയ. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് മലയാളീസിനൊക്കെ അവിടെ കാണാനുള്ളൂ. പക്ഷേ ആളുകളുടെ തിരക്ക് എന്തായാലും ഉണ്ട്, നല്ല തിരക്കാണ് അവിടെ. കാണുന്ന പോലെയല്ല, വണ്ടികളാണെങ്കിലോ ഒക്കെ ഭയങ്കരമായിട്ട് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതൊരു അനുഭവം, രണ്ട് കടലുകൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു അനുഭവം. ഈ ധനുഷ്കോടിയുടെ ഈ തിരമാലയുടെ ഓളവും അതുപോലെ തന്നെ അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. രാമൻ ഭക്തരുടെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിനുള്ളിലൊന്നും കയറാൻ പറ്റില്ല, നല്ല തിരക്കാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് ആസ്വദിച്ചത്. അതിനുശേഷം നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് എന്താ പറയുക, കലാം, അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ വീടിലേക്കാണ്. അപ്പം രാമേശ്വരത്തിൽ പ്രസിഡൻറ്റ്, മുൻകാല പ്രസിഡൻറ്റ് APJ അബ്ദുൽ കലാം വിസ്മയങ്ങളുടെ ലോകം തീർത്ത സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച കലാമിൻ്റെ വീടാണ് ഗൈസ് ഇത്. വീടാണ് അബ്ദുൽ കലാം ജനിച്ച് വളർന്ന വീടെന്ന് പറയുന്നത്. വീട്ടിൽ കയറാൻ പറ്റില്ല. പിന്നെ ആ സൈഡിലൂടെ ഒരു സ്റ്റെയറുണ്ട്. ആ സ്റ്റെയറിലൂടെ കയറിയിട്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതിനുള്ളിൽ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മ പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഹൂവർ പുരസ്കാരങ്ങൾ, അതുപോലെ കുറേ വിഷൻസ് അല്ലേ കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കര ഒരു ഗാലറിയാണ്. രാമപീഠമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, രാമപീഠം. അതിനുശേഷം അവിടെ തന്നെയായിട്ട് കുറച്ച് നമ്മൾ സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഏതൊക്കെ സ്ഥലങ്ങളെന്ന് പറയാനുള്ളത് അറിയില്ല. പിന്നീട് അവിടെ രാമപാദം, സീതാ തീർത്ഥം, ലക്ഷ്മണ തീർത്ഥം, അങ്ങനെയുള്ള പോർഷനിലൊക്കെയാണ് പിന്നീട് നമ്മൾ പോകുന്നത്. ആടുണ്ട്, ആൾക്കാരുണ്ട്. ഇത് രാമേശ്വരം ടെമ്പിളിനടുത്തുള്ള എന്താ പറയുക ബീച്ചാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സ്നാനം ചെയ്തിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട്. അപ്പം അവിടെ എത്തി ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നേരെ രാമക്ഷേത്രത്തിലേക്ക്, രാമേശ്വരത്തിൽ ശിവൻ ക്ഷേത്രത്തിലേക്ക് കേട്ടോ, ശിവൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ലൊരു വൈകുന്നേരമായിരുന്നു. അപ്പം സന്ധ്യയിലെ ദീപാരാധനയൊക്കെ തൊഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയം കയറുന്നത്. വളരെയധികം എന്താ പറയുക, മനസ്സും അതുപോലെ തന്നെ നല്ലൊരു ദർശനം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് പോർഷൻസൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതോടെ അവസാനിക്കണം അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും രാമേശ്വരത്തിലെ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആ ഒരു ബീച്ചിലേക്ക് വന്ന് നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്തു. പിന്നീട് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതാണ് പിന്നീട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പൻ പാലത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ വ്യൂ ഒക്കെ കാണുക. അപ്പോൾ വളരെയധികം നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു രാമേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ രാമേശ്വരത്തിലേക്ക് എല്ലാവരും പോവുക. അപ്പോൾ ഓക്കെ, ബൈ.